ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻ വാസുവിന്റെയും KS ബൈജുവിന്റെയും ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ ഡിസംബർ 3-നാകും വിധി പറയുക. KS ബൈജുവിന്റെ ജാമ്യാപേക്ഷയിൽ ഡിസംബർ 29-ന് വിധി പറയും. കണ്ണൻ നായർ വിവരങ്ങളുമായുണ്ട്. കണ്ണൻ, 2 ദിവസമാണ്. എന്തുകൊണ്ടുകൂടിയാണ് മാറ്റിവെച്ചത്? കോടതി മറ്റു കാര്യങ്ങൾ വിശദീകരിച്ചോ, വ്യക്തമാക്കിയോ? ഇന്ന് ഈ 2 ആൾക്കാരുടെയും ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. ഡിസംബർ 3-നാണ് എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത്. എൻ വാസു വിരമിച്ച ശേഷമാണ് കട്ടിളപ്പാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതെന്നാണ് പ്രതിഭാഗം പ്രധാനമായും ബാധിച്ചത്. ബോർഡിന്റെ ഉത്തരവിറങ്ങുമ്പോൾ വാസു ചുമതലയിൽ ഉണ്ടായിരുന്നില്ല. നടപടികൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വാസു വിരമിച്ചു. വാസുവിന്റെ അറിവോടെയല്ല ഇതെല്ലാം നടന്നതെന്നും പ്രതിഭാഗം ബാധിച്ചു. ജാമ്യം നൽകരുത് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. കാര്യം അന്വേഷണം പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. തിരുവനന്തപുരം മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യാപേക്ഷയിൽ ഈ മാസം 29-ാം തീയതിയാണ് വിധി പറയുന്നത്. മുരാരി ബാബു കൈമാറിയ കത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുന്നതിന് ബോർഡിന്റെ കൈമാറുക മാത്രമാണ് എൻ വാസു ചെയ്തതെന്നുകൂടി പ്രതിഭാഗം എൻ വാസുവിന്റെ അഭിഭാഷകൻ വാദിക്കുകയുണ്ടായി. അതിന് ശുപാർശ ചെയ്തു എന്ന് പറയാനാകില്ല എന്നും പ്രതിഭാഗം വാദിക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ 3-ാം തീയതിയാണ് വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ തീരുമാനമുണ്ടാവുക. ഈ മാസം 29-ാം തീയതി KS ബൈജുവിന്റെ ജാമ്യാപേക്ഷയിൽ തീരുമാനമുണ്ടാകും. നാളെ ഏറ്റവും പ്രധാനപ്പെട്ടത് A. പത്മകുമാറിന്റെ കസ്റ്റഡി അപേക്ഷ സംബന്ധിച്ച ഒരു കാര്യമാണ്. അതിൽ നാളെ വാദം കേൾക്കും. A. പത്മകുമാറിനെ കസ്റ്റഡിയിൽ വേണമെന്നുള്ളതാണ് ഈ അന്വേഷണ സംഘത്തിന്റെ ആവശ്യം. കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി A. പത്മകുമാറിന് കൃത്യമായിട്ടുള്ള പണമിടപാട് ഉണ്ടായിരുന്നു. അതിന്റെ രേഖകളടക്കം ഇപ്പോൾ SIT ലഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വേണമെന്നുള്ളതാണ് ആവശ്യം. ഈ സംഭവത്തിൽ നാളെ കോടതി വിധി പറയും. കണ്ണൻ നായരാണ് വിവരങ്ങൾ കൊല്ലത്ത് നിന്ന് നൽകിയത്.